മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പെങ്കിലും മകളെ സേഫായ ഒരിടത്ത് എത്തിക്കണമെന്ന ആഗ്രഹമേ അച്ഛനുള്ളൂ. 5 മിനിറ്റ് ജോലി, മെർക്കാരയിലെ പബ്ലിക് സ്കൂളിൽ ടീച്ചറായിട്ട്, എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. ആ കുട്ടിയുടെ വീടോ? ഊട്ടിയിലുണ്ടായിരുന്ന വീടൊക്കെ കേസ് നടത്താൻ വേണ്ടി വിറ്റു. ഇനിയും വിൽക്കാൻ ബാക്കിയുള്ളത് ആ കാറ് മാത്രമാണ്. നാളെയല്ലേ ശിക്ഷ നടപ്പാക്കുന്നത്? അതെ, ഈ ഒളിച്ചുകളി തീരാൻ പോവുകയാണ്. എല്ലാം എനിക്കും സദാശിവനും അറിയാമെന്ന് അഞ്ചു അറിയുമ്പോ ഇനിയും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു ദയാഹർജിക്ക് വേണ്ടിയാണ് ഞാൻ ഓടി നടക്കുന്നത്. തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ഒരു ജീവൻ മാത്രമല്ല, ഒരു അച്ഛനെയും കൂടിയാണ്. അഞ്ജു, അഞ്ജു, എന്താ മാമ, എന്താ കാര്യം? കൊച്ചമ്മ അത് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. എവിടെ വിടറ, നീയൊക്കെ കൂടി ആ പാവം കുട്ടിയെ എവിടെയായിട്ട് എങ്ങനെ? മോളെ അഞ്ജൂട്ടി, അയ്യോ ആരാച്ചാര് വന്നു കാണുമല്ലോ. എങ്ങോട്ട് പോവുക? വിടൂല. സ്വന്തം അച്ഛനെ തൂക്കിക്കൊല്ലാൻ പോണന്റെ വിഷമം നിനക്കറിയോ? നീ എങ്ങനെ അറിയാനാ? നിനക്ക് അച്ഛനില്ലല്ലോ. എടാ തന്തയില്ലാത്തവനെ, എന്നെ വിടറാ. ഞാൻ ആ കുട്ടിയെ പോയി പറഞ്ഞു വിട്ടെ. ആ കുട്ടി അവസാനമായിട്ട് അതിന്റെ അച്ഛൻ ഒരു നോക്ക് കണ്ടോട്ടടാ. തന്റെ തിരുവായ നടക്ക്. ഞങ്ങൾക്ക് ഈ വിവരമൊക്കെ അറിയാവുന്നുള്ളത് ആ കുട്ടിക്ക് അറിയില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഴപ്പിക്കല്ലേ. അയ്യോ അതിനറിയില്ലേ? എന്റെ മോളെ അഞ്ജു. സങ്കടം കാണിക്കേണ്ട നേരമല്ലേ ഇത്? മിണ്ടാതെ ഇവിടെ ഞാൻ ഇരുന്നോണം. അതല്ല പൊട്ടിക്കരഞ്ഞ ഒക്കുന്നുണ്ടെങ്കിൽ അകത്ത് കുളിമുറി ഉണ്ട്, അവിടെ പോയിരുന്ന് കരഞ്ഞോ. അയ്യോ ഇനിയിപ്പൊ അങ്ങോട്ടൊന്ന് കണ്ണീർ ഒലിപ്പിക്കല്ലേ. അറിഞ്ഞപ്പോ എനിക്കുണ്ട് വിഷമം, പക്ഷെ ഞാനും ഒന്നും പറയാൻ പോയില്ലല്ലോ. എന്നാലും ജയിലിലേക്ക് പോണെന്ന് ആ കുട്ടി വാശി പിടിച്ചാലോ സദാശിവ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് പറഞ്ഞാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും അഞ്ജുവിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. അത് അവളുടെ അച്ഛൻ പറഞ്ഞിട്ടാ. അവൾ ഇവിടുന്ന് പോകരുതെന്ന് കരുതി ആ സ്റ്റെയർ കേസിന്റെ അടിയിൽ നമ്മൾ ടയർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മണ്ടമാർന്നല്ലോ നമ്മള്. ഓ എന്തുവോ ദാ അത്ഭുതങ്ങൾ നടത്താൻ നമ്മൾ ഈശ്വരന്മാരൊന്നുമല്ലല്ലോ. വിശിഷ്ട സേവാ മെഡലും പരമവീരചക്രവും ദയ കിട്ടാൻ ഒരു എക്സ്ക്യൂസ് അല്ല. സത്യം പറയാലോ, എനിക്ക് വലിയ ഹോപ്പില്ല. നമുക്കെല്ലാം അഞ്ജുവിനോട് പറയാം. എന്നിട്ട് അവളെയും കൂട്ടി അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം. മോളെ ജയിലിലേക്ക് കൊണ്ടുവരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പോ ഇനിയിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ കുറച്ച് മണിക്കൂറുകളെ ഇനി അദ്ദേഹത്തിനുള്ളൂ. അവസാനമായി അവൾ അവളുടെ അച്ഛനെ ഒന്ന് കാണട്ടെ. മോളെ അഞ്ജു, അഞ്ജു വാതിൽ തുറക്ക്. അഞ്ജു മോളെ വാതിൽ തുറന്നേ. അഞ്ജു, അഞ്ജു എവിടെ? സദാശിവ അഞ്ജു എവിടെയെന്ന് എനിക്കറിയില്ല. ഇറക്കി വിട്ടവരോട് എന്നെ ചോദിച്ചു. ദേ നിൽക്കുന്നു. എല്ലാരും വെട്ടിച്ച് അവൾ ഇറങ്ങിപ്പോയി. അതെ, വിഷമിക്കാനൊന്നുമില്ല. ആ കുട്ടി അതിന്റെ അച്ഛനെ കണ്ടിട്ട് ഉടനെ ഇങ്ങ് തിരിച്ചെത്തും. തിരിച്ചു വരും. തനിക്ക് എന്താ ഉറപ്പ്? ഉറപ്പ് നന്ദി. 15 ദിവസം നിങ്ങൾ എന്നെ സഹിച്ചതിന് നന്ദി. ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാത്തൊരു രഹസ്യം കൂടിയുണ്ട്. ഈ രാത്രി അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ഡാഡി തൂക്കുകയറിൽ പെടഞ്ഞ് മരിക്കും. ഡാഡി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാനിവിടെ വന്നത്. എന്റെ ഡാഡി മരിക്കുന്ന അതേ മുഹൂർത്തത്തിന് വേണ്ടി. പുലർച്ചയ്ക്ക് 4:30 മണിക്ക് ഞാനും ഡാഡിയോടൊപ്പം യാത്രയാകും. അതുവരെ മാത്രം ഞാനൊന്ന് ജീവിച്ചോട്ടെ. ദയവായി എന്നെ അന്വേഷിക്കരുത്. ആഘോഷിക്കാൻ ഇനി എനിക്കൊരു പിറന്നാളുമില്ല. ദീർഘായുസിന് ഇനി വഴിപാട് വേണ്ടെന്ന് സദാശിവനോട് പറയണം.
അപ്പൂന്റെയും പപ്പൂന്റെയും ഒക്കെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും. ഡാഡിയോടൊപ്പം ദൂരയാത്ര പോയ ആന്റിയായിട്ട് പ്രിൻസിന്റെ ഉള്ളിൽ മാത്രം ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ശല്യക്കാരി, ഗുഡ് ബൈ. എന്തായടാ, വല്ല വിവരമുണ്ടോ? ഇല്ല. നീ വിഷമിക്കണ്ട, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടാവും. സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് കണ്ടുപിടിക്കാം. നീ പോയി ദാസിനെ വിവരം അറിയിക്കേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ಎಲ್ಲ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಲು ವೈರ್ಲೆಸ್ ಮೆಸೇಜ್ ಕೊಟ್ಟಿದ್ದೇನೆ ಸರ್. ಹೈವೇಲಿ ಹೋಗುವ ಎಲ್ಲಾ ಗಾಡಿಯನ್ನು ಚೆಕ್ ಮಾಡಬೇಕು ಸರ್. ಹೋಟೆಲು ಮತ್ತು ಲಾಡ್ಜ್ನು ಎಚ್ಚರಿಕೆ. ಎಸ್ ಸರ್. ಎಸ್, ಕಂಟ್ರೋಲ್ ರೂಮ್. ಸರ್, ಹೌದು ವೈಟ್ ಮಾರುತಿ ಕಾರ್ ನಂಬರ್ TN05M 2678. ആന്റി എപ്പോഴും വിളിക്കാനാ, ആരും ആയത് ഞാനത് കാറിനകത്ത് വെച്ചത്. അപ്പോ നീ എന്താ ഉറങ്ങാത്ത? പോയി ഉറങ്ങ. ആന്റി ഉറങ്ങാൻ പോവാ, എല്ലാം മറന്നുറങ്ങാൻ. അതിനുവേണ്ടി ആന്റി ഇങ്ങോട്ട് വന്നത് തന്നെ. Any information? No. Contact the control room, please. മൊബൈൽ ടു കൺട്രോൾ റൂം. ഇത് വലിയ ശല്യമായിരിക്കാണല്ലോ. ഏതാ പ്രൈവറ്റ് ഫ്രീക്വൻസി? ഇതിനൊക്കെ ആരാ ലൈസൻസ് കൊടുക്കുന്നതാവും? അല്ല, ഇത് വേറൊരു സ്ഥലം. അഞ്ജു, അഞ്ജു, ഇത് ഞാനാ പ്രിൻസ്. അഞ്ജു, പറടാ, എവിടുന്ന ആന്റി വിളിച്ചേ? അറിഞ്ഞൂടാ, എനിക്ക് ഗോഡ് പ്രോമിസ് ആയിട്ട് അറിഞ്ഞൂടാ. പറയാൻ. മോനെ, ആന്റി എവിടുന്നാ വിളിച്ചത്? പറ മോനെ. ഞാനാ വിളിച്ചത്, സ്ഥലം സത്യമായിട്ട് എനിക്ക് അറിയില്ല. വേണ്ട, അവൻ അടിക്കണ്ട. ആന്റി എവിടുന്നാ മോനെ വിളിച്ചത്? പറ. ആന്റിയോട് സത്യമായിട്ട് പോയി വിളിച്ച കാര്യം ആരോടും പറയില്ല എന്ന് പറഞ്ഞെന്റെ തല പൊട്ടിപ്പോയി. നിന്റെ തല പൊട്ടിപ്പോയ കൊച്ചെ നോക്കണം. പറ, എവിടുന്ന ആന്റി വിളിച്ചേ? എനിക്കറിയില്ല. പറയടാ. മലയിൽ നിന്നാ. മലയിലാ? ആ, അവിടെ നില്ല.
പറഞ്ഞു. വേറെന്താ പറഞ്ഞേ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. കൊച്ചാ, ചിലപ്പോ നമ്മൾ പണ്ട് പോയ സ്ഥലത്തായിരിക്കും, ബ്ലൂ ഹിൽസിന്റെ അടുത്ത്. കേണലിന്റെ എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്തു. ഞാൻ ഈ വിവരം എത്രയും വേഗം പ്രിൻസിനെ അറിയിക്കാം. സക്സസ് പ്രിൻസ്, സക്സസ്. കേണലിന്റെ ദയാഹർജി പ്രസിഡന്റ് സ്വീകരിച്ചു. ശിക്ഷ ജീവപര്യന്തമാക്കി. ജയിലിലേക്കും രാജ്ഭവനിലേക്കുള്ള ടെലക്സ് മെസ്സേജ് പോയിട്ടുണ്ട്. അഞ്ജുന്റെ എന്തെങ്കിലും വിവരം കിട്ടി? ഒരു ചെറിയ ക്ലൂ കിട്ടിയിട്ടുണ്ട്. നീ വണ്ടി കയറാം. കേണലിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് പ്രിൻസിനാണ്. അതുകൊണ്ട് മാത്രമല്ല, ഐ ഹാവ് ടു ട്രീ സർ. ഓക്കെ. കണക്കുകളൊക്കെ നമുക്ക് പിന്നീട് തീർക്കാം. ഞങ്ങൾക്കൊരു അത്യാവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ തീരെ ബിസിയല്ല. സദാശിവ,
നമസ്കാരം. ഫ്ലൈറ്റ് ലേറ്റ് ആയില്ലേ? അതെ. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. എനിക്ക് എന്റെ ഡാഡിയോടൊപ്പം പോണം. എന്തിനാ എന്നെ രക്ഷിച്ചത്? എനിക്ക് ആരുമില്ല. മമ്മി, മഞ്ജു, ഡാഡി എല്ലാരും എന്നെ വിട്ടിട്ട് പോയി. എനിക്ക് പോണം അവരോടൊപ്പം. Look at this. Anju. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. പ്ലീസ്. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. എന്റെ ഡാഡിയെ കാണണം. ഡാഡി. ഒരു താങ്ക്സ് പോലും പറയാതെ പോവുകയാണല്ലേ? നോക്ക്, ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ പവിയുടെ അഞ്ചു സിറ്റി വന്നിട്ടുണ്ട്. പവിയുടെ അഞ്ചു സിറ്റിയിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ ഉണ്ട്. ഇനി ഫോട്ടോ ഇല്ലാത്ത കിഡ്നാപ്പിംഗ് കേസ് നമ്മൾ എടുക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ക്ലോറോഫോം മണപ്പിക്കില്ല എന്ന് എന്റെ കയ്യിൽ അടിച്ചവർ സത്യം ചെയ്തിട്ടുണ്ട്. അവൾ വരാൻ സമയം. നോക്കൂ, എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും 2 വട്ടം ആലോചിക്കണം. ഇനിയിപ്പോ എന്തോന്ന് ആലോചിക്കാൻ?